ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റു. ഇന്ന് ഓഫ് കിട്ടിയിട്ടോ. ഓഫ് കിട്ടിയ സ്ഥിതിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫുൾ ഡേ വിചാരിച്ചാലും ഹാഫ് ഡേ ആയിപ്പോയിട്ടോ. ബാക്കി എടുക്കാൻ പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഗൈസ്. അപ്പോൾ 8:15 ഇപ്പോഴാണ് എണീക്കുന്നത്. ഇപ്പം നേരത്തെ എണീക്കുന്നത്, കാരണം ഇപ്പം നേരത്തെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ റമദാനാകുമ്പോൾ ടൈമിംഗ് ഒക്കെ ഫുൾ ചേഞ്ചാണ്. അതുകൊണ്ട് നേരത്തെ എണീക്കുന്നു ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ട് ഫ്രഷായി വന്നു, കാരണം വീഡിയോ എടുക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇനി മുടിയൊക്കെ കെട്ടണം. എൻ്റെ മുടിയൊക്കെ ആകെ കോലം കിട്ടും കേട്ടോ ഇവിടെ എത്തിയതിന് ശേഷം. എന്തായാലും ഇപ്പം എന്തായാലും ഗായ്സ്, അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി. ഇപ്പോൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡല്ല, പൊറോട്ട. അപ്പോൾ അത് ചൂടാക്കാമെന്ന് വെച്ചു. പൊറോട്ടയും ഒരു അപ്പവും പിന്നെ ഒരു ബട്ടർ മസാലക്കറി, പിന്നെ ഒരു ഗ്ലാസ് ചായ. എനിക്കൊരു ഗ്ലാസ് ചായ വേണം, എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. പൊറോട്ട എനിക്കിങ്ങനെ സോഫ്റ്റ് ആക്കുന്നതിനേക്കാളും ഇഷ്ടം കുറച്ച് ഹാർഡാക്കിയിട്ടോ പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. ഞാനിങ്ങനെ ഫോണും കണ്ട് ടിവിയും കണ്ട് ടി വി അല്ല വീഡിയോ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിൽ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിരുന്ന് ഇങ്ങനെ മെല്ലെ ആസ്വദിച്ച് കഴിക്കും കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മെയിനായിട്ട് ഞാൻ അമ്മേനെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പറയലൊക്കെ ആയിരിക്കും. എന്തായാലും നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പനീർ കറിയൊക്കെ അടിപൊളിയായിരുന്നു. ഇന്നലെ വാങ്ങിച്ചതാണെങ്കിൽ നല്ല രുചി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഞാൻ ഫുള്ളാക്കട്ടെ കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാത്രി അങ്ങനെയൊന്നും കഴിക്കില്ല. അങ്ങനെ ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉള്ള പാത്രം മുഴുവൻ ഞാനൊരു ചായ ഉണ്ടാക്കി എല്ലാം കൂടി എടുത്ത് ഒപ്പം വെച്ചിട്ടാട്ടോ കഴുകുക. എനിക്കതാണ് ഇഷ്ടം. എന്തായാലും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കലാണ് അടുത്ത പണി. ഞങ്ങളുടെ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റാട്ടോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു കിച്ചൺ, ഒരു ബാത്റൂമും ഒരു റൂമും അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ അത്രയും കുഞ്ഞൊരു, കാരണം നമ്മളിപ്പോൾ പുതിയതായിട്ട് കുവൈത്തിൽ വന്നതാണ്, ഒരു വർഷം ആവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ലൈഫൊക്കെ ഒന്ന് തുടങ്ങി വന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു കഞ്ഞിയും പയറും അല്ല, കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കാണ്. കെട്ടിയുണ്ടെങ്കിൽ രാവിലെ തന്നെ ഓർഡർ തന്നിട്ടുണ്ട് വിളിച്ചിട്ട്. അങ്ങനെ ഞാൻ കഞ്ഞിയിൽ കുക്കറൊക്കെ വെച്ച്, കഞ്ഞിയിലല്ല കുക്കറിൽ കഞ്ഞിയൊക്കെ വെച്ച് ഇവിടുത്തെ തേങ്ങ ഇങ്ങനെയായിട്ട് കിട്ടുക. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി ഒന്നും അരയ്ക്കാൻ കൊള്ളൂല, കാരണം പെട്ടെന്ന് ഒരു എണ്ണ പോലെ ആവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുളി അടിപൊളിയായിട്ട് കുറേ കാലമായി പുളി വാങ്ങിച്ചിട്ട് അതെപ്പോഴും ഉണ്ട്. അധികം പുളിയൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ. ഇതധികം സമയമായില്ല കേട്ടോ, ഒരു 10 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടിയും ഞാൻ തീർക്കും. എന്നിട്ട് ഒറ്റൊരു കിടത്തം, പിന്നെ കെട്ടിയവനെ കാത്തിരിക്കും. കെട്ടിയവൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കിടക്കും. ഇത് തന്നെയാട്ടോ എൻ്റെ ഓഫ് ഡേ. പിന്നെ എന്തെങ്കിലും ഒന്ന് പുറത്ത് പോയി. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോലെ വളരെ കുറവാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പല്ലേ, നോമ്പ് പോയിട്ടൊരു കാര്യമില്ല. പിന്നെ നമ്മൾ ഈസ്റ്ററിൻ്റെ നോമ്പും ഉണ്ട്. അതുകൊണ്ട് പുറത്ത് പോയാൽ ചിക്കനോ മീനോ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കാറ്. അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാൽ ചമ്മന്തിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്രൂവൽ കിട്ടണമെങ്കിൽ എൻ്റെ കെട്ടിയവന് വരണം, എൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. നാട്ടിലായപ്പോൾ എൻ്റെ ഏട്ടനായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കെട്ടിയവനായി. എന്തായാലും എൻ്റെ ഇരകളാണ് ഇവരൊക്കെ. അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചമ്മന്തി രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അങ്ങനെ ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ച് ആ ടൈമിലാണ് കെട്ടിയവൻ വന്നത്. പിന്നെ ആളോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഇരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയെന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഷെയർ ചെയ്യണേ. ബൈ.